ചെയ്യാം. നമ്മൾ നോക്കുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്, വിസർജ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഡീപ് ലെവൽ ഡിഗ്രി ലെവൽസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ആയിട്ട് SCRT വൃക്ക റിലേറ്റ് ചെയ്തിട്ടുള്ള PDF നിങ്ങൾക്ക് അഡീഷണൽ റെഫറൻസിന് വേണ്ടിയിട്ട് ബേസ് അറിയത്തില്ലെങ്കിൽ അതുകൂടെ വായിച്ചു വിട്ടേക്കണം. ആ PDF ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. ഇന്നലെ പഠിപ്പിച്ചതിന്റെ ബാക്കി ഇത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പെൻഡിങ് ക്ലാസ്സിൽ ഡേറ്റ് എഴുതി വെച്ചിരിക്കണം. എന്നാലേ എനിക്ക് PDF എടുക്കാൻ പറ്റത്തുള്ളൂ. ഏത് ദിവസത്തെയാണ് പെൻഡിങ്, ആ നിങ്ങൾ ബുക്കിനകത്ത് എഴുതുന്നതിനകത്ത് തന്നെ പെൻഡിങ് എന്ന് ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. ആ ഡേറ്റ് ഇപ്പൊ തന്നെ എഴുതിക്കോ. ഓക്കെ, ഇപ്പൊ നോക്കാം. അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് എന്നിവയാണ് ജന്തുക്കളിലെ പ്രധാനപ്പെട്ട നൈട്രജനിക് ആയിട്ടുള്ള വിസർജ്യങ്ങൾ. അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. അമോണിയ ഭയങ്കരമായിട്ട് ടിഷ്യൂസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് വൈസ് ഇത് എന്താണ്, വളരെ പെട്ടെന്ന് ജലത്തിൽ ലയിക്കുന്നതും ആണ്. എന്താണ്, ജലത്തിൽ പെട്ടെന്ന് സോലുബിൾ ആണ്. അതുകൊണ്ട് ജലജീവികളിൽ അമോണിയ ശരീരത്തിൽ സൂക്ഷിക്കാതെ ചുറ്റുപാടുകളിലുള്ള ജലത്തിൽ ലയിച്ച് പുറത്തു കളയാൻ സാധിക്കും. ഇതാണ് അമോണോടെലിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ 2-3 കാര്യങ്ങൾ ടെലിസം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പം ജലജീവികളിൽ അമോണിയ ശരീരത്തിൽ സൂക്ഷിക്കാതെ ചുറ്റുപാടുകളിലുള്ള ജലത്തിൽ ലയിച്ച് പുറത്തു കളയാൻ സാധിക്കും. അതുകൊണ്ടാണ് അവര് അമോണിയ വിസർജിക്കുന്ന ജീവികൾ. ഏതാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നത്? മത്സ്യങ്ങൾ അമോണിയ വിസർജിക്കാം അല്ലെ. പിന്നെ ജലത്തിലെ പ്രാണികൾ തുടങ്ങിയവ ഏത് ഇതാണ് കാണപ്പെടുന്നത്? അമോണോടെലിസം. എന്താണ് അമോണോടെലിസം? പറഞ്ഞേ, അമോണോടെലിസം. ക്ലിയർ? അപ്പൊ അതിന് പറയുന്ന പേര്, അമോണിയ വെള്ളത്തിലേക്ക് കളയുന്നു, എന്നിട്ട് അവരുടെ ശരീരത്തിലുള്ള വിസർജ്യ വസ്തുക്കൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ ഫ്രീ ആക്കുന്നു. അതിന് പറയുന്ന പേര് അമോണോടെലിസം. ഇനി അതുപോലെ തന്നെ യൂറിക് ആസിഡ് റിലേറ്റ് ചെയ്തുണ്ട്, അതുപോലെ തന്നെ യൂറിയ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂറിയ ആണെങ്കിൽ യൂറിയോടെലിസം എന്നും, യൂറിക് ആസിഡ് ആണെങ്കിൽ യൂറിക്കോടെലിസം എന്നും പേര് മനസ്സിലായോ? അമോണിയ ആണ് ഇങ്ങനെ കളയുന്നതെങ്കിൽ അമോണോടെലിസം എന്നും, യൂറിയ ആണെങ്കിൽ യൂറിയോടെലിസം എന്നും, യൂറിക് ആസിഡ് ആണെങ്കിൽ യൂറിക്കോടെലിസം എന്നും പേരറിയപ്പെടുന്നു. അപ്പം ആരൊക്കെയാണ്? ഉരഗങ്ങൾ, പക്ഷികൾ എന്നിവയാണ് അമോണിയയെ യൂറിക് ആസിഡ് എന്ന അർദ്ധകര വസ്തുവായിട്ട് പുറത്തു കളയും. ഉരഗങ്ങളും പക്ഷികളും. ഇനി കരയിലുള്ള ഉഭയജീവികൾ, സസ്തനികൾ, ചില കടൽ മത്സ്യങ്ങൾ എന്നിവ അമോണിയ താരതമ്യേന വിഷം കുറവുള്ള, ഇതിന്റെ എല്ലാം മെയിൻ കണ്ടന്റ് അമോണിയ ആണ്. അമോണിയ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് പറയുന്നുണ്ട്? യൂറിയോടെലിസം ആയിട്ട്. അതായത് ഏത് ഫോമിൽ കളയുന്നു? യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കളയുവാണ് എങ്കിൽ, മൂത്രത്തിന്റെ രൂപത്തിൽ പുറത്തു കളയുവാണെങ്കിൽ യൂറിയോടെലിസം. ഇനി യൂറിക് ആസിഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സെമി സോളിഡ് രൂപത്തിൽ ആയിട്ട് കളയുകയാണ് എങ്കിൽ യൂറിക് ആസിഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് യൂറിക്കോടെലിസം. നിങ്ങൾ അതൊന്നും ഓർക്കണ്ട. അമോണോടെലിസം ആണ് എങ്കിൽ മത്സ്യങ്ങള്, കടൽ മത്സ്യങ്ങളും കരയിലുള്ള ഉഭയജീവികളും ഒക്കെ യൂറിയ ചെയ്യുവാണെങ്കിൽ യൂറിയോടെലിസം. അതെപ്പോഴാ? മൂത്രത്തിന്റെ രൂപത്തിൽ പുറത്തു പോകുന്നു, യൂറിയോടെലിസം. ഉരഗങ്ങൾ, പക്ഷികൾ എന്നിവയാണെങ്കിൽ അമോണിയ എന്തായിട്ട് മാറ്റുന്നു? യൂറിക് ആസിഡ് ആക്കി മാറ്റിയിട്ട് അർദ്ധഖരവസ്തുവായിട്ട് പുറന്തള്ളുന്നു. അപ്പൊ യൂറിക്കോടെലിസം, യൂറിയോടെലിസം, അമോണോടെലിസം എന്താണെന്ന ബേസിക് കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ ഇച്ചിരി പാടായിരിക്കും, പക്ഷെ മാർക്ക് കിട്ടുമ്പോൾ പാടൊക്കെ അങ്ങ് മാറും. 7 മാർക്കുണ്ട് ലൈഫ് സയൻസിന്, 7 മാർക്ക് കെമിസ്ട്രി, 7 മാർക്ക് ഫിസിക്സ് എല്ലാം വരുന്നുണ്ട്. സോ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് സയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഉള്ള കുറച്ച് വിസർജന ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത്. പരന്ന വിരകളുണ്ടല്ലോ, പരന്ന വിരകള്, അതിന്റെ വിസർജന ഭാഗമാണ് നെഫ്രീഡിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? നെഫ്രീഡിയ. അപ്പൊ പ്രോട്ടോ എന്ന വാക്കുകൂടെ ഒന്ന് ചേർക്കണം. എന്താ? പ്രോട്ടോനെഫ്രീഡിയ. പ്രോട്ടോനെഫ്രീഡിയ. അനലിഡുകളിൽ ആണെങ്കിൽ വെറും നെഫ്രീഡിയ. പരന്നതാണ് വിരയാണെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ.
അനലിഡ് വെറും നെഫ്രീഡിയ. ഓക്കെ, ഒന്ന് ഇത് രണ്ടും കിട്ടുമോ? പടർന്ന വിര പ്രോട്ടോനെഫ്രീഡിയ, അനലിഡ് ആണെങ്കിൽ നെഫ്രീഡിയ. ക്ലിയർ? ഷഡ്പദം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മാൽപീജിയൻ നളികകൾ. ഈ കൊഞ്ചുകൾ അല്ലെങ്കിൽ ക്രസ്റ്റേഷ്യ, അതിനെന്തുവാ വിസർജന ഭാഗം? ഗ്രീൻ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നു. ആന്റിനറി അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ്. ഇപ്പൊ നമ്മള് കൊഞ്ച് ഒക്കെ ആകുമ്പോ ഒരു ആന്റിന പോലെയൊക്കെ ഒരു സംഭവം ഇരിപ്പില്ലേ നമ്മുടെ കയ്യിൽ കൊണ്ടു കയറുന്ന ഒരു ഭാഗം, കൊഞ്ചിന്റെ കൂർത്ത ഒരു ഭാഗമല്ലേ, ആന്റിന ഓർത്തേച്ചാൽ മതി. ഗ്രീൻ ഗ്ലാൻഡ്. ഇനി പ്രോട്ടോനെഫ്രീഡിയ വേറെ ഒരെണ്ണത്തിനോടുണ്ട്, ആഫിയോക്സസ് അല്ലെങ്കിൽ സിഫാല കോർഡേറ്റ. സിഫാല കോർഡേറ്റക്കകത്ത് പ്രോട്ടോനെഫ്രീഡിയ ആണ്. പരന്ന വിരകളിലെ പ്രോട്ടോനെഫ്രീഡിയ ആണ്. ഹെമികോർഡേറ്റയില് പ്രൊബാസിഡ് ഗ്ലാൻഡ്. പ്രൊബാസിഡ് ഗ്ലാൻഡ് എവിടെയാണ്? ഹെമികോർഡേറ്റ എന്ന വിഭാഗത്തിന്റെ വിസർജന വിഭാഗമാണ് പ്രൊബാസിഡ് ഗ്ലാൻഡ്. പ്രൊബാസിഡ് ഗ്ലാൻഡ്. കുറെ പ്രാവശ്യം ഇത് ഒരു 5-6 ദിവസം ഈ ഒരു PDF എടുത്തു വെച്ച് സെൽഫ് സ്റ്റഡി നടത്തണം, എന്നാലേ ഇതൊക്കെ ഒന്നും തലയിലോട്ട് കയറത്തുള്ളൂ കേട്ടോ. ഒരു ദിവസമോ 2 ദിവസമോ ഒന്നും പഠിച്ചാലൊന്നും കയറത്തില്ല. പിന്നെ ഇതൊക്കെ സയൻസ് ഉള്ള പിള്ളേർ മാർക്ക് വാങ്ങുകയും ചെയ്യും, ആർട്സുകാർ കഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആർട്സുകാർ ഇതൂടെ പഠിച്ചോണം. ഓക്കെ, മനുഷ്യന്റെ വിസർജനേന്ദ്രിയ വ്യവസ്ഥ. ഇതങ്ങ് കൃത്യമായിട്ട് അങ്ങ് കാണാതെ പഠിച്ചോണം കേട്ടോ. അപ്പൊ പ്രോട്ടോനെഫ്രീഡിയ പരന്ന വിരകള്, ആഫിയോക്സസ് അഥവാ സിഫാല കോർഡേറ്റ, ഹെമികോർഡേറ്റക്കകത്ത് പ്രൊബാസിക് ഗ്ലാൻഡ്, പ്രൊബാസിഡ് ഗ്ലാൻഡ്, പ്രൊബോസിഡ് ഗ്ലാൻഡ്, ഗ്രീൻ ഗ്ലാൻഡ് കൊഞ്ച്. ഓക്കെ, ഇനി നമ്മൾ മനുഷ്യ വിസർജന വ്യവസ്ഥയിലേക്ക് പോവുകയാണ്. ചുവപ്പ് കലർന്ന തവിട്ട് നിറം. നമ്മുടെ കിഡ്നിയുടെ കളർ എന്തുവാ? തവിട്ടാണ്. എന്തുകൂടെ കലർന്നത്? ചുവപ്പ്. ലെങ്ത് എത്ര വരുന്നുണ്ട്? 10 മുതൽ 12 സെന്റിമീറ്റർ വരെ. ഷേപ്പ് എന്തുവാ? പയർ. ഓക്കെ, അപ്പൊ മനുഷ്യന്റെ വിസർജന അവയവം വൃക്കകളാണ്. പയറിന്റെ ഷേപ്പ് 10 മുതൽ 12 വരെ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തോട് കൂടിയിട്ട്. ഓക്കെ, വൃക്കകളുടെ പുറം ഭാഗം കോർട്ടക്സ് എന്നറിയപ്പെടുന്നു. എന്തോ പേര്? കോർട്ടക്സ്. പുറം ഭാഗം കോർട്ടക്സ്, ആന്തരിക ഭാഗം മെഡുല്ല. ഇത് ഇത്രയും വരെ അറിയാലോ, അതൊക്കെ നമ്മൾ SCRT പഠിച്ചിട്ടുള്ളതാണ്. മെഡുല്ലയിൽ നിന്നും കോൺ ഷേപ്പിലുള്ള ഭാഗങ്ങൾ ഉള്ളിലേക്ക് നിൽക്കുന്നതായി കാണാം. ഇതാണ് റീനൽ പിരമിഡുകൾ. അപ്പം മെഡുല്ല എന്തു ഭാഗമാണ്? നമുക്ക് ഇത് നമ്മുടെ വൃക്കയാണെന്ന് വിചാരിക്കുക. വൃക്കയുടെ വെളിയിലുള്ള ഭാഗം കോർട്ടക്സ്. കോർട്ടൊക്കെ നമ്മൾ വെളിയിൽ ഇടുന്നു. ആന്തരഭാഗം മെഡുല്ല. മെഡുല്ലയിൽ നിന്നും കോൺ ഷേപ്പിൽ ഒരു സംഭവമുണ്ട്. അതിന് പറയുന്ന പേരാണ് റീനൽ പിരമിഡ്. എന്തുവാ? റീനൽ പിരമിഡ്. റീനൽ പിരമിഡ്. ക്ലിയർ? ഇത്രയും ഭാഗങ്ങൾ മൈൻഡിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മുടെ മൂത്രനാളിയുടെ ഫണൽ പോലെയുള്ള മുകൾ ഭാഗമാണ് പെൽവിസ്. അതറിയാലോ, മൂത്രനാളിയുടെ ഫണൽ പോലെയുള്ള മുകൾ ഭാഗം പെൽവിസ്. ഇത് വൃക്കയുടെ കോൺ ഭാഗവുമായി ചേർന്ന് കാണപ്പെടുന്നു. കോൺകേവ് ഭാഗം. പിരമിഡുകൾക്കിടയിലുള്ള ഇവയുടെ തുടർച്ചയാണ് കാലിക്സ്. ഇപ്പൊ നമ്മളൊരു റീനൽ പിരമിഡിന്റെ കാര്യം പറഞ്ഞില്ലയോ? കോൺ, മെഡുല്ലയുടെ ഉള്ളിലേക്ക് ഒരു കോൺ ഷേപ്പിലുള്ള എന്തിന്റെ പേരാ പറഞ്ഞത്? എന്തോ പറഞ്ഞത്? റീനൽ പിരമിഡ്. ഈ റീനൽ പിരമിഡിന്റെ തുടർച്ച എന്തുവാ? കാലിക്സ്. കാലിക്സ് നമ്മൾ ഓർത്തേച്ചാ മതി. നമ്മളുടെ പിന്നെ തുടയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗം, കാലം എന്നൊക്കെ പറയുന്നത് പോലെ ആ പിരമിഡുകൾ, റീനൽ പിരമിഡിന്റെ തുടർച്ചയാണ് കാലിക്സ്. ഇവിടം വരെ കിട്ടുന്നുണ്ടോ? അതായത് വെളിവശം കോർട്ടെക്സ്, ഉള്ളുവശം മെഡുല്ല, മെഡുല്ലയുടെ അകത്തോട്ട് കോൺ ഷേപ്പിലുള്ള റീനൽ പിരമിഡ്, റീനൽ പിരമിഡിന്റെ തുടർച്ചയാണ് കാലിക്സ്. ഇനി ഫണൽ പോലെയുള്ള ഭാഗമാണ് പെൽവിസ്. അത്ര കിട്ടുന്നുണ്ടോ? ഇനി കോർട്ടെക്സിന്റെ തുടർച്ച മെഡുല്ലറി പിരമിഡിലേക്ക് നീണ്ടു കിടക്കുന്നതായി കാണാം. ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞത് വെച്ചിട്ട് കണക്ഷൻ ആയിട്ട് കിട്ടും.
ഇവയാണ് റീനൽ കോളം അല്ലെങ്കിൽ കോളം ഓഫ് ബെർത്തിനി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ റീനൽ പിരമിഡ് എന്ന് പറഞ്ഞു ഈ ഒരു പോർഷൻ, കോൺ ഷേപ്ഡ് സംഭവം റീനൽ പിരമിഡ്. ഇനി ഈ കോർട്ടെക്സിന്റെ തുടർച്ചയായി മെഡുല്ലറി പിരമിഡിലേക്ക് നീണ്ടു കിടക്കുന്നതായി കാണാം. ഇവയാണ് ഏത്, നമ്മളിപ്പോ അന്നനാളം എന്നൊക്കെ പറയത്തില്ലയോ എന്ന് പറഞ്ഞതുപോലെ അവിടെ ഒരു റീനൽ കോളം ഉണ്ട്. എന്തുണ്ട്? റീനൽ കോളം. മുമ്പേ പറഞ്ഞെന്തോ റീനൽ പിരമിഡ്. ആ കോൺ ഷേപ്ഡിന് പറഞ്ഞത് റീനൽ പിരമിഡ് എന്നും ഇതിലേക്ക് തുടർച്ചയായിട്ട് നിവർന്നു കിടക്കുന്ന സംഭവത്തിനെ റീനൽ കോളം എന്നും പറയുന്നു. ഓക്കെ. മൂത്രനാളി എവിടെ അവസാനിക്കുന്നു? മൂത്രസഞ്ചിയിൽ അവസാനിക്കുന്നു. നെഫ്രോണുകൾ അഥവാ മൂത്രനാളികളാണ് വൃക്കയുടെ അടിസ്ഥാന ഘടകം. അത് എപ്പോഴും ബേസിക് ആയിട്ട് ചോദ്യം പണ്ടൊക്കെ ചോദിക്കുന്നതാണ്. എന്നാലും സ്റ്റേറ്റ്മെന്റിനകത്ത് മേ ബി വരാം. നെഫ്രോണുകളാണ് വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങൾ. ഇനി ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് അതിന്റെ പിക്ചേഴ്സ് ഒക്കെ ഉള്ള വേറെ ഫയൽ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ബൊമാൻസ് ക്യാപ്സ്യൂൾ, അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഫണൽ പോലെയൊക്കെ കാണുന്ന നെഫ്രോണിന് കുഴൽ എന്ന നെഫ്രോണിക് കുഴൽ എന്ന രണ്ട് ഭാഗങ്ങളാണ് നെഫ്രോണിന് ഉള്ളത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നെഫ്രോണിന്റെ ഭാഗങ്ങള്? ബൊമാൻസ് ക്യാപ്സ്യൂളും നെഫ്രോണിക് കുഴലുകളുമാണ്. നമ്മൾ SRT-യിൽ പഠിച്ചതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത രീതിയിലേക്കാണ് ഇനിയും പോകുന്നത്. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ പഠിച്ചെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ ഡിഗ്രി ലെവൽസിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പയർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് കയറി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ബൊമാൻസ് ക്യാപ്സ്യൂൾ, നെഫ്രോണിക് കുഴൽ എന്ന രണ്ട് ഭാഗങ്ങളാണ് നെഫ്രോണിനുള്ളത്. പഠിച്ചോ? ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ഈ വൃക്കയുടെ ഏറ്റവും വെളിയിലുള്ള പോർഷൻ കോർട്ടെക്സ്, ഉള്ളിലുള്ളത് മെഡുല്ല. ഇനി മെഡുല്ലയിൽ നിന്ന് ഒരു കോൺ ഷേപ്ഡുള്ള ഒരു സംഭവമുണ്ട്. അതിന് പറയുന്ന പേര് റീനൽ പിരമിഡ് ആദ്യത്തേത്. ഇനി അവിടെ നിന്നിട്ട് ഇങ്ങനെ നീണ്ട ഒരു കുഴൽ പോലാണെങ്കിൽ അതിന് പറയുന്ന പേര് റീനൽ കോളം എന്ന് പറയുന്നു. റീനൽ കോളം. ആ റീനൽ കോളം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന പിരമിഡിന് തുടർച്ചയായിട്ട്, അതായത് ഇതിന് മുമ്പുള്ളതാണ് ഈ റീനൽ കോളം. ഇനി ഇതിന് തുടർച്ചയായിട്ടുള്ളതാണ് ഏത്? കാലിക്സ്. ഞാൻ വരയ്ക്കുന്നതില്ല, നിങ്ങൾ താപ്പോട്ട് വിചാരിച്ചോണം, അന്നേരം കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. കാലിക്സ് ഞാൻ എന്റെ എഴുതാനുള്ള എളുപ്പത്തിൽ മേപ്പോട്ട് വരയ്ക്കുന്നു, താഴോട്ട് വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ടോ. ക്ലിയർ? അതായത് റീനൽ പിരമിഡ് ഇവിടെ ആയിട്ട് വരും, അതിനെ തുടർച്ചയായിട്ട് വരുന്നു കാലിക്സ്. ഇനി ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു കോളം അല്ലെങ്കിൽ നീണ്ടു നിവർന്ന ആ ഒരു സംഭവം അതിനെന്തോ പറയുന്നത്? കോളം. നമ്മൾ ഒരു താപ്പോട്ട് വര വരയ്ക്കുവാണെങ്കിൽ, രണ്ട് വര വരയ്ക്കുവാണെങ്കിൽ നമ്മൾ കോളം എന്ന് പറയത്തില്ലയോ? അത്രേ ഉള്ളൂ അവിടെ. അല്ലെങ്കിൽ അതിനെ എന്ത് പറയും? കോളം ഓഫ് ബെർത്തിനി എന്ന് പറയും. എന്താ? കോളം ഓഫ് ബെർത്തിനി. ഓക്കെ. ഇനി നെഫ്രോണിന് എത്ര പോർഷൻസ് ഉണ്ട്? രണ്ട്. ബൊമാൻസ് ക്യാപ്സ്യൂളും നെഫ്രോണിക് കുഴലുകളും. ബൊമാൻസ് ക്യാപ്സ്യൂളും നെഫ്രോണിക് കുഴലുകളും. അത്രയും കിട്ടുന്നുണ്ടല്ലോ. ഇനി ഈ ഗ്ലോമറുലസ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ? എവിടാണ്? ബൊമാൻസ് ക്യാപ്സ്യൂളിലുള്ള കാപ്പിലറീസിന്റെ ഒക്കെ ഒരു ഗ്രൂപ്പാണ് ഗ്ലോമറുലസ്. എവിടെ ഉള്ളതാ? ഈ ബൊമാൻസ് ക്യാപ്സ്യൂൾ നമ്മൾ പറഞ്ഞു, അതിനകത്തുള്ള കുറച്ച് ടിഷ്യൂസിന്റെ എന്ന് വിചാരിച്ചാൽ മതി. അതാണ് ഗ്ലോമറുലസ്. ലോമികകൾ, കാപ്പിലറീസ് എന്നൊക്കെ പറയും. ദെൻ ബൊമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും കൂടിയാണ് മാൽപീജിയൻ ബോഡി എന്ന് അറിയപ്പെടുന്നത്. അതിനെ റീനൽ കോർപ്പസെൽസ് എന്നറിയപ്പെടുന്നു. റീനൽ കോർപ്പസെൽസ് എന്നൂടെ പറയാം. ബൊമാൻസ് ക്യാപ്സ്യൂളിലെ ലോമികകളുടെ കൂട്ടമാണ് ഗ്ലോമറുലസ്. ബൊമാൻസ് ക്യാപ്സ്യൂളും ഈ ഗ്ലോമറുലസും കൂടെ ചേരുമ്പോഴാണ് റീനൽ കോർപ്പസെൽസ് എന്നറിയപ്പെടുന്നത്. അതായത് ഇവിടെ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, അപ്പൊ അതിനകത്ത് കുറച്ച് ഇങ്ങനെയുള്ള ലോമികകളുണ്ട്. അതിന്റെ പേര് ഗ്ലോമറുലസ് എന്നാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഏത് നമുക്ക് കിട്ടുന്നത്? റീനൽ കോർപ്പസെൽസ് അഥവാ മാൽപീജിയൻ ബോഡി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനിയും അടുത്തത്, നമ്മൾ ഇവിടെ നെഫ്രോണിക് കുഴൽ എന്ന് പറഞ്ഞില്ലയോ? ഇപ്പൊ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ കാര്യത്തിനകത്തോട്ടും ഗ്ലോമറുലസൂടെ ചേരുമ്പം എന്ത് പേര് കിട്ടും? മാൽപീജിയൻ ബോഡി അഥവാ റീനൽ കോർപ്പസെൽസ് എന്ന് പറയുന്ന പേര് കിട്ടും. റീനൽ കോർപ്പസെൽസ്.
ക്ലിയർ? ഓക്കെ, ഇനി അടുത്തത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഹെൻലീസ് ലൂപ്പ്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നിവയാണ് നെഫ്രോണിക് കുഴല്. ഇനി ഒരു കുഴല് പോലല്ലേ നമ്മൾ ആ വൃക്കകളൊക്കെ പഠിച്ച സമയത്ത് ഇങ്ങനെ നീണ്ടു നിവർന്നല്ലേ കിടക്കുന്നത്. അപ്പൊ അത്രയും പോർഷനകത്ത് നെഫ്രോണിക് കുഴലിനകത്ത് പ്രോക്സിമൽ എന്നൊരെണ്ണം പറയണം. എന്തോ? പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ രണ്ടും കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നാണ്. പ്രോക്സിമൽ എന്നും ഡിസ്റ്റൽ എന്നും പഠിക്കുക. പിന്നെന്തുവാ? എന്തോ ലൂപ്പാ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു. ഹെൻലീസ്, ഹെൻലീസ് പടക്കോഴി നോത്താൽ ഹെൻലീസ് ലൂപ്പ്, പ്രോക്സിമൽ, ഡിസ്റ്റൽ, ഹെൻലീസ്. ഹെൻലീസ്, ഓക്കെ, ഹെൻലീസ് ലൂപ്പ്. നെഫ്രോണിക് കുഴലിന്റെ ഭാഗമാണ്. പ്രോക്സിമൽ നിങ്ങൾ പറയാൻ പറ്റുന്നവരാണെങ്കിൽ മനസ്സിൽ തന്നെ 2-3 പ്രാവശ്യം പറയണം. ഉറക്കെ പറയാൻ പറ്റുന്നവരാണെങ്കിൽ ഉറക്കെ പറഞ്ഞ് അത് നിങ്ങളുടെ ടേംസിലേക്ക് കൊണ്ടുവരണം. മനസ്സിലായോ? പ്രോക്സിമൽ, ഹെൻലീസ്. അപ്പൊ അതുകൊണ്ടാണ് പലരും ഇതിന്റെ സിലബസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പകുതി വെച്ചിട്ടിട്ട് പോകും. സോ അവസാനം വരെ നിൽക്കുന്നവർക്ക് ജോലി കയ്യിലിരിക്കും, അത്രേ ഉള്ളൂ. പ്രോക്സിമൽ, ഹെൻലീസ്, ഡിസ്റ്റൽ. ഓക്കെ, എന്നിവയാണ് നെഫ്രോണിക് കുഴലിന്റെ ഭാഗങ്ങൾ. ഗ്ലോമറുലസിൽ നിന്നും ഉണ്ടാകുന്ന, ഇപ്പൊ നമ്മളിവിടെ ഗ്ലോമറുലസിന്റെ കാര്യം പറഞ്ഞില്ലയോ, അത് ഏതുമായിട്ടാ കണക്ഷൻ? ബൊമാൻസ് ക്യാപ്സ്യൂളുമായിട്ടാണ് കണക്ഷൻ. ക്ലിയർ? ഇനി ഗ്ലോമറുലസിൽ നിന്നും ഉണ്ടാകുന്ന എഫറന്റ് റീനൽ, എഫറന്റ് റീനൽ ആർട്ടിയോളിന്റെ തുടർച്ച നെഫ്രോണിക് കുഴലുകൾക്ക് ചുറ്റും ഒരു ജാലികയായി മാറുന്നു. ഇതിനെയാണ് നമ്മൾ ഇനി ഓരോന്നായിട്ട് പറയാണ്. പെരിട്യൂബുലാർ, പെരിട്യൂബുലാർ ലോമികകൾ എന്ന് പറഞ്ഞത് ഹെൻലി ലൂപ്പിന് സമാന്തരമായി പോകുന്ന ലോമികകളുടെ ഭാഗമാണ് വാസ റെക്റ്റ. വാസ റെക്റ്റ സമാനപ്പെടണേ. മൂത്രം രൂപപ്പെടുന്നതിന്റെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാം കേട്ടോ. ആദ്യ ഘട്ടമാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. അത് പഠിക്കാമോ? മൂത്രം രൂപപ്പെടുന്നതിന്റെ ഫസ്റ്റ് ഫേസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഓക്കെ, ഇനി ഗ്ലോമറുലസിലൂടെ ഒഴുകുന്ന രക്തത്തിൽ നിന്നും ദ്രാവക ഭാഗം എങ്ങോട്ടേക്ക് അരിച്ചിറങ്ങുന്നു? ആ അരിപ്പയുടെ പേരെന്തുവാ? ബൊമാൻസ് ക്യാപ്സ്യൂൾ ആണ്. അതിലേക്ക് അരിച്ചിറങ്ങുന്ന പ്രക്രിയയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇതായത് നമ്മൾക്കിപ്പം ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്, നമ്മളുടെ ഇപ്പം ഒരു ചായ അരിക്കുന്ന അരിപ്പയുണ്ട്. ആ അരിപ്പയ്ക്കകത്തൂടെ എന്ത് പോരും? ചായ ഇങ്ങ് പോരും. ബാക്കിയുള്ള മട്ടെല്ലാം ഇവിടെ കിടക്കത്തില്ലേ, തേയിലച്ചണ്ടി. അതാണ് ഏത്? ഈ പറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗം ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് അരിച്ചിറങ്ങുന്ന പ്രക്രിയ. രക്തത്തിൽ നിന്നും ദ്രാവക ഭാഗം, ബാക്കി അവിടെ കട്ടയായിട്ട് കിടക്കുന്ന കുറച്ച് പോർഷൻസ് ആണ്. അതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്നതിന്റെ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. അതിനെ എന്ത് ചെയ്യുന്നു? ഫിൽട്ടർ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അതായത് നമ്മളുടെ വേസ്റ്റ് വിസർജ്യ സംഭവങ്ങളെ അരിക്കാൻ പോവുകയാണല്ലോ. അതായത് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അതെല്ലാം എവിടാ? ബ്ലഡിൽ കൂടെ ആണ് ഇതെല്ലാം പാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ബ്ലഡിനെയാണ് ഈ പറയുന്ന ബൊമാൻസ് ക്യാപ്സ്യൂളിൽ വെച്ചിട്ട് അരിക്കുന്നത്. അപ്പം ദ്രാവക ഭാഗം ബൊമാൻസ് ക്യാപ്സ്യൂളിലൂടെ അങ്ങ് പോകും. ബാക്കി എവിടെ കിടക്കും? ഈ ബാക്കിയുള്ള ആ വലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇനി ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അതിന് പറയുന്നതാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അതിന്റെ നിരക്കാണ് ഏത്? GFR എന്ന് പറഞ്ഞത്. ഇത് എത്ര ml ആണ്? ഒരു മിനിറ്റില് 125 ml ഉണ്ടാവും. ഒരു മിനിറ്റിൽ എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവും? 125 ml ഉണ്ടാവും. അത് പഠിക്കണം. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോയിന്റ് ആണ്. ഇനി നെഫ്രോണിന്റെ നമ്മൾ അഫറന്റ് വെസലും ഇഫറന്റ് വെസലും എന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടില്ലേ? അകത്തേക്ക് വരുമ്പോൾ അഫറന്റ്, വെളിയിലേക്ക് പോകുമ്പോൾ ഇഫറന്റ് എന്നൊക്കെ പറഞ്ഞ് നെഫ്രോൺസിന്റെ കാര്യം പഠിച്ചിട്ടില്ലേ? അപ്പൊ നെഫ്രോണിന്റെ അഫറന്റ് ആയിട്ടുള്ളതും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് കുഴലും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗമാണ്
ജെക്സ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ്. അത്യാവശ്യം അങ്ങൊന്നും ഇങ്ങനെയുള്ള പേരൊക്കെ പഠിച്ചാൽ മതി, മൊത്തം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷനിൽ നിന്ന് കിട്ടും. ജെക്സ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ്, ഇതിനെയാണ്, ഇത് പരീക്ഷയ്ക്ക് വന്നതാണ്, റെനിൻ. അപ്പൊ ഇതുമായിട്ടൊക്കെ കണക്ഷൻ ചെയ്തിട്ടാണ് വരുന്നത്. റെനിൻ എന്ന രാസാഗ്നി ഉണ്ടാവുന്നത്. അപ്പൊ എവിടെ നിന്നാ നമുക്ക് കിട്ടുന്നത്? നെഫ്രോണിന്റെ അഫറന്റ് ആർട്ടീരിയോളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് കുഴലും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗത്തിൽ നിന്ന് ആണ് ആരുൽപാദിപ്പിക്കുന്നത്? റെനിൻ എന്ന എൻസൈം ഉണ്ടാവുന്നത്. റെനിൻ എവിടുന്നാ ഉണ്ടാവുന്നത്? ജസ്റ്റ് ജെക്സ്റ്റായിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എവിടുന്നാ റെനിൻ ഉണ്ടാവുന്നത്? ജെക്സ്റ്റാ, ജസ്റ്റ് ജെക്സ്റ്റാ. ക്ലിയർ? ഇത് ഞാൻ ഒന്നുകൂടെ പഠിപ്പിക്കാം ഇപ്പൊ തന്നെ കേട്ടോ. ഒരു ദിവസം ഏകദേശം ഉണ്ടാകുന്ന, അപ്പൊ നമ്മൾ ഒരു മിനിറ്റിൽ എത്ര ഉണ്ടാകും എന്ന് പറഞ്ഞു? ഒരു മിനിറ്റില് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് 125. അപ്പം ഒരു ദിവസം എത്ര ലിറ്റർ ഉണ്ടാകും? 180 ലിറ്റർ. മുമ്പേ എന്തോ പറഞ്ഞേ? ml ആ പറഞ്ഞത് അല്ലെ? ഇതെന്തുവാ? ലിറ്റർ. ഒരു മിനിറ്റിൽ 125, ഒരു ദിവസം 180 ലിറ്റർ. ഫിൽട്രേറ്റിൽ നിന്നും ശരീരത്തിൽ അത്യാവശ്യമുള്ള വസ്തുക്കളെല്ലാം തന്നെ നെഫ്രോണിന്റെ കുഴലുകളിൽ നിന്നും രക്തത്തിലേക്ക് തിരിച്ചാഗിരണം ചെയ്യും. ഇതാണ് ട്യൂബുലാർ റീ അബ്സോർപ്ഷൻ. വീണ്ടും പുനരാഗിരണം ചെയ്യുന്നു. ശേഷിക്കുന്നതിൽ നിന്ന് ഏകദേശം എത്ര ലിറ്റർ മൂത്രമായി പുറത്തു പോകുന്നു? 1.5 ലിറ്റർ മൂത്രമായിട്ട് പുറത്തു പോകുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു മിനിറ്റിൽ ഉണ്ടാകുന്നത് 125 ml-ഉം ഒരു ദിവസമാണ് എങ്കിൽ 180 ലിറ്ററുമാണ് ഫിൽട്രേറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരു ദിവസം എത്ര ലിറ്റർ മൂത്രമാണ്, ബാക്കിയെല്ലാം ഫിൽട്ടർ ചെയ്ത് പോകും. 1.5 ലിറ്റർ മൂത്രമാണ് വേസ്റ്റ് ആയിട്ട് പോകുന്നത്. അത്ര കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടോ? കുറച്ചൊക്കെ കിട്ടുന്നുണ്ടല്ലോ. എല്ലാം ഒന്നും ഒരു 30% മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് മനസ്സിലേക്ക് കയറുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ മീൻസ് നിങ്ങൾക്ക് ആ പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാ ചോദിക്കുന്നത്. ഓക്കെ, ഇനി പ്രോക്സിമൽ കൺവല്യൂട്ടഡ് കുഴലുകൾ. ഇത് പറയുമ്പോൾ നമ്മൾ ഏത് ഓർക്കണം? നമ്മുടെ നെഫ്രോണിക് കുഴല് ഓർക്കണം. ക്യൂബോയിഡൽ മൈക്രോവില്ലേറ്റഡ് ആഭരണ കല കൊണ്ടാണ് ആഗിരണത്തിനുള്ള ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുവാൻ ഉപകരിക്കുന്നത്. പുനരാഗിരണത്തിന്റെ 70 മുതൽ 80% നടക്കുന്നത് ഇവിടെയാണ്. ഹെൻമീസ് ലൂപ്പും ജലത്തിന്റെ നമ്മൾ പണ്ടെന്തുവാ പഠിച്ചിട്ടുള്ളത്? വൻകുടല്, ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പുനരാഗിരണം ചെയ്യുന്നു ഒറ്റ വാക്കിൽ പഠിക്കും അല്ലെ? വൻകുടല് പോലത്തെ ഒരു ഭാഗം, വേറെ ഏതാണ്ട് അങ്ങനെ എന്താ ഒരു സംതിങ് മാത്രമാണ് അവിടെ പഠിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട്, ഓരോന്നിനും അവരവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള പേരങ്ങ് കൊടുത്തിരിക്കുന്നു. ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നത് ഹെൻമീസ് ലൂപ്പ്. ബാക്കിയുള്ള 70% നടക്കുന്നത് ഈ പറയുന്ന പ്രോക്സിമൽ കൺവല്യൂട്ടഡ് കുഴലിനകത്ത്. നമ്മൾ 3 കാര്യങ്ങളാണ് ആ നെഫ്രോണിക് കുഴൽ പഠിച്ചപ്പം പഠിച്ചത്. ഒന്ന് പ്രോക്സിമൽ, ഒന്ന് ഹെൻമീസോ എന്തോ ആയിക്കോട്ടെ, ഹെൻലീസ്, അടുത്തെന്തോ ഡിസ്റ്റൽ. ഇത്രയും കിട്ടിയോ? അപ്പൊ അതിനകത്ത് ഈ പ്രോക്സിമൽ എന്ന് പറയുന്ന ഭാഗത്താണ് 70 to 80% റീ അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ പ്രോക്സിമലിനെ ആവരണം ചെയ്തുള്ള, നമ്മൾ വില്ലസ് എന്നൊക്കെ പറഞ്ഞ് ചെറുകുടലിനകത്ത് പഠിച്ചിട്ടില്ലയോ? ചെറുകുടലിന്റെ വില്ലസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? കുഞ്ഞല്ലേ, സോ നമ്മൾ എന്ത് പറയും? മൈക്രോ വില്ലേറ്റഡ് ആണ് ഇതിന്റെ ആവരണ കല. എന്തോ മൈക്രോ വില്ലേറ്റഡ്. മൈക്രോ എന്ന് മാത്രം പഠിച്ചാൽ പോരാ, മൈക്രോ വില്ലേറ്റഡ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വില്ലസിനും അങ്ങനെ ഈ പറയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഈ ഹെൻമീസ് ലൂപ്പും ജലത്തിന്റെ കാര്യം പറയുമ്പോൾ എന്താണ്? ഈ ഹെൻമീസ് അല്ലെങ്കിൽ ഹെൻലീസ് ഒക്കെയാണ് ജലത്തിന്റെ പുനരാഗരണം. ബാലൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? 70 to 80% ഈ പോർഷൻ ചെയ്യും.
ക്ലിയർ? ഇനി ട്യൂബുലാർ സെക്രീഷൻ എന്ന പ്രക്രിയയിൽ DCT എന്ന ഭാഗത്ത് വെച്ച് അമോണിയ, ഹൈഡ്രജൻ, പൊട്ടാസ്യം അയോണുകൾ എന്നിവ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലേക്ക് നിർഗമിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു മൂത്രം ഉണ്ടാകുന്നതിന്റെ സ്റ്റാർട്ടിംഗ് ഫേസ് ആണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു, ഇല്ലേ? ലൈക്ക്വൈസ് ഈ പറയുന്ന ഏതു പ്രക്രിയയാണ് അമോണിയ, അതായത് വേസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരികയാണ്. അമോണിയ, ഹൈഡ്രജൻ, പൊട്ടാസ്യം അയോണുകൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലേക്ക് നിർഗമിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ്, അത് സെക്രീറ്റീവ് ആണ്, അതിന് പറയുന്ന പേര് ട്യൂബുലാർ സെക്രീഷൻ എന്നാ പറയുന്നത്. എന്താണ് ട്യൂബുലാർ സെക്രീഷൻ? എന്തുവാ? DCT അഥവാ എന്ന പ്രക്രിയയിൽ DCT എന്ന ഭാഗത്ത് വെച്ച് അമോണിയ, ഹൈഡ്രജൻ, പൊട്ടാസ്യം അയോണുകൾ എന്നിവ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലേക്ക് നിർഗമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇച്ചിരി പാടായിട്ടുള്ളത്, മെഡുല്ലയിൽ നെഫ്രോണുകളുടെ ഹെൻലിഡ് ലൂപ്പിന് സമാന്തരമായി പോകുന്ന വാസ റെക്ട എന്ന രക്തക്കുഴലിലൂടെ ഒഴുകുന്ന രക്തവും ഹെൻലീസ് ലൂപ്പിലെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ ഒഴുക്കും വിപരീത ദിശയിലാണ്. കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് ഇത് അറിയപ്പെടുന്നു. ആവശ്യാനുസരണം ജലം പുനരാഗിരണം ചെയ്ത് മൂത്രത്തിന്റെ ഗാഢത വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ഓക്കെ, എന്താണ് പറയുന്നത്? മെഡുല്ലയില് നെഫ്രോണുകളുടെ ഏത് ലൂപ്പ്? ആ സെന്ററിലുള്ള പോർഷന് പറയുന്ന പേരെന്താ? ഹെൻലിഡ് ലൂപ്പിന് സമാന്തരമായി പോകുന്ന ഇതിന് പറയുന്ന പേരാണ് വാസ റെക്ട. എന്തോ പറയുന്നത്? വാസ റെക്ട എന്ന വാസ റെക്ടയൊക്കെ വേറെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. ഒഴുകുന്ന രക്തവും ഹെൻലീസ് ലൂപ്പിലെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ ഒഴുക്കും. പറയട്ടെ ഒന്നുകൂടെ. അതായത് നമുക്ക് രണ്ട് കണ്ടൻസ് സമാന്തരമായിട്ട് ഇങ്ങനെ പോകുക. ഒരാളുടെ പേര് എന്തുവാ? ഹെൻലിസ് എന്നാ പറയുന്നത്. ഇനി ഇതിന് സമാന്തരമായിട്ട് ഒരാൾ പോകുന്നുണ്ട്, ആളുടെ പേര് വാസ റെക്ട. വാസവദത്ത എന്നൊക്കെ പറയുന്ന ഓർത്താൽ മതി. വാസ റെക്ട എന്തൊക്കെയാ? ഹെൻലിഡും വാസ റെക്ടയും സമാന്തരമായിട്ട് ഇങ്ങനെ പോവുക. ഇവിടെ ആരാ വഹിക്കുന്നത്? ഗ്ലോമറുലസ അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആ ഇതുവഴി പോകുന്നത്. ഇവിടെ എന്തുവാ? ബ്ലഡ് ആ പോകുന്നത്. മനസ്സിലായോ? ഈ വാസ രക്ത എന്ന് പറയുന്ന രക്തക്കുഴലിൽ കൂടിയിട്ട് ബ്ലഡ് പോകുന്നു. ഇവിടെ കൂടെ എന്ത് പോകുന്നു? ആ വേസ്റ്റ് അല്ലെങ്കിൽ ഫിൽട്രേറ്റ് ആ പോകുന്നത്, അരിച്ച സംഭവം. അപ്പൊ ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ദിശയില, സമാന്തരമായിട്ടാണ് പോകുന്നതെങ്കിലും രണ്ടും രണ്ട് ദിശയിലേക്കാ പോകുന്നത്. അതിനെയാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ജലത്തിന്റെ പുനരാഗിരണം ചെയ്ത് മൂത്രത്തിന്റെ ഗാഢത വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു, ഇങ്ങനെ പോകുന്നത് കൊണ്ട്. അപ്പൊ ഇത്രയും വരെ നമുക്ക് ഒന്നുകൂടെ ആദ്യമായിട്ട് കൊണ്ടുവരാം. അപ്പൊ ഞാൻ പറഞ്ഞതിനകത്ത് എന്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. ഇപ്പൊ ആദ്യത്തിനകത്ത് കോർട്ടക്സ് ഓർമ്മയുണ്ടല്ലോ, ഉണ്ട്. ഇനി ഇവിടെ എന്തുണ്ട്? ഉള്ളില് മെഡുല്ല ഓർമ്മയുണ്ട്. ഇനി ഇവിടെ ഒരു കോൺ ഷേപ്ഡ് ആണ് എങ്കിൽ എന്ത് പറയും? കോൺ ഷേപ്ഡ്, പിരമിഡ്, റീനൽ പിരമിഡ്. ഇനി ഇന്ന് താപ്പോട്ടേക്ക് വരുമ്പോ എന്തോ വരും? കാലിക്സ് അല്ലെ? ഇനി ഇവിടെ ഒരു കോളം പോലെ ഒരു സംഭവം ഉണ്ട്, മെഡുല്ലയിൽ നിന്ന് കോർട്ടക്സിലേക്ക് ഒരു കോളം പോലെ ഉണ്ട്. അതിന് പറയുന്ന പേരെന്തുവാ? റീനൽ കോളം. വെരി ഗുഡ്. അത്രയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇനി നമുക്ക് വേറെ എന്തിനായിരുന്നു? നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂൾ, നെഫ്രോൺ ആണ് ഇതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞു. ഈ നെഫ്രോണിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. ബൊമാൻസ് ക്യാപ്സ്യൂൾ പ്ലസ് ഗ്ലോമറുലസ്. വേറെ ഉണ്ടായിരുന്നല്ലോ, നെഫ്രോൺ കുഴലുകൾ അല്ലെ? കുഴലുകൾ. അതിന് പറയുന്ന പേരെന്തുവാ? നെഫ്രോണിക് കുഴലുകൾ. അതിനകത്തായിരുന്നു നമ്മൾ പ്രോക്സിമൽ ഉണ്ട്, ഈ പറയുന്ന ഹെൻലിഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് എന്തുവായിരുന്നു? ഡിസ്റ്റൽ. ഇത്രയും കിട്ടുന്നുണ്ടോ? ഈ പ്രോക്സിമൽ ആണ് 70 to 80% കാര്യങ്ങളൊക്കെ പുനരാഗിരണം ചെയ്യുന്നത്.
ഈ ഹെൻലിഡ് ആണ് ജലത്തിനെ പുനരാഗിരണം ചെയ്യുന്നത്. ഓക്കെ, ഈ ഹെൻലിഡിന് സമാന്തരമായിട്ട് ഒരു കുഴല് പോകുന്നുണ്ട്, വാസാറെക്ട എന്നാ പറയുന്ന പേര്. ഓക്കെ, ഈ ഹെൻലിഡ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് പോകുന്നുണ്ട്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, സമാന്തരമായിട്ടാണ് പോകുന്നത്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് കൗണ്ടർ കറണ്ട് മെക്കാനിസം എന്ന് പറയുന്നു. ഇത് മൂത്രത്തിന്റെ ഗാഢത വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അത്രയും കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി ഇവിടെ ബൊമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും കൂടെ ചേർന്നിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. ഇനി അത് കൂടാതെ എന്തുകൂടുണ്ട്? എവിടെ നിന്നാണ് റെനിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? റെനിൻ ഉൽപ്പാദിപ്പിക്കുന്ന പോർഷൻ എവിടുന്നാ? മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, ജസ്റ്റ് ജെക്സ എന്ന് പറയുന്ന സംഭവം. അത് എവിടുന്നാ കിട്ടുന്നത്? അത് എന്തിന്റെ ഒരു ജോയിന്റ് ഭാഗമാ? ഈ പറയുന്ന രണ്ടും കൂടെ ചേർന്നാണ് ആണോ? ഒന്ന് നോക്കാം. ഓക്കെ, അത്യാവശ്യം നമുക്കൊരു 70% നമ്മൾ മാറിയിട്ടുണ്ട്. നോക്കാം എന്തൊക്കെ കിട്ടുന്നുണ്ടെന്നേ. ഇവിടം വരെ ഉള്ളത് കിട്ടുമല്ലോ. ഓക്കെ, വായിച്ചു നോക്കണേ, എന്നാലേ ഒക്കത്തുള്ളൂ. നമുക്ക് റിനൽ കോളത്തിന്റെ വേറെ പേരാണ് കോളം ഓഫ് ബർട്ടിനി. ഇത് കിട്ടി, കാലിക്സ് കിട്ടി, ഇവിടെ കിട്ടിയല്ലോ. ബൊമാൻസ് ക്യാപ്സ്യൂളും നെഫ്രോണിക് കുഴലുകളും കിട്ടുന്നുണ്ടല്ലോ. ഇനി ഇവിടുത്തെ ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ തന്നെ കൂട്ടമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ലോമികളുടെ കൂട്ടമാണ് ഗ്ലോമറുലസ്. അത് രണ്ടും കൂടെ ചേർന്ന് ഈ പേര് നമുക്ക് കിട്ടിയില്ലായിരുന്നു. മാൽപീജിയൻ ബോഡി റീനൽ കോർപ്പസെൽസ്. മാൽപീജിയൻ ബോഡി അഥവാ റീനൽ കോർപ്പസെൽസ് എന്ന് പറയുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും കൂടെ ചേരുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ചേരുമ്പം പറയുന്ന പോർഷൻ. ഇനി ഇവിടെയാണ് നെഫ്രോണിക് കുഴൽ. ഇത് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, ഇത് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇനി ഗ്ലോമറുലസിൽ നിന്നും ഉണ്ടാകുന്ന, ഗ്ലോമറുലസ് എവിടാ? ഇവിടെ, ഇതിന്റെ ലോമിക ആണ്. എഫറന്റ് റീനൽ ആർട്ടീരിയോളിന്റെ തുടർച്ചയാണ് നെഫ്രോണിക് കുഴലുകൾക്ക് ചുറ്റും ജാലീയമാണ്. പെരിട്യൂബുലാർ ലോമികകൾ എന്നറിയപ്പെടുന്നു. സമാന്തര, ഇത് നമ്മൾ വാസാറെക്ട ഇപ്പൊ നമുക്ക് സമാന്തരമാണെന്ന് ഇപ്പൊ ഈസി ആയിട്ട് കിട്ടത്തില്ലേ ഇതിൽ നിന്ന്? മുമ്പത്തെ ആ ലൂപ്പും അതുകൂടെ ചേർന്ന് വാസാറെക്ടയും ഹെൻലീസ് ലൂപ്പും കൂടെ കിട്ടത്തില്ലേ? ഇവിടെ പഠിച്ചിട്ടില്ലേലും അവിടെ പഠിച്ചിട്ടില്ലേലും അവിടെ കിട്ടും. ഇനി ഇത് നമുക്ക് കിട്ടുമല്ലോ, ഗ്ലോമറുലാർ ഫിൽട്രേഷന്റെ ആദ്യ ഘട്ടം. അപ്പൊ അതെന്തുവാ? ആദ്യമായിട്ട് ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് അരിച്ചിറങ്ങുന്ന പോർഷൻ ആണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഫിൽട്ടർ ചെയ്യുന്ന പോർഷൻ ഫിൽട്രേഷൻ. ഇനി 125 ml 1 മിനിറ്റിൽ ഉണ്ടാവുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ പറയാത്ത ഒരു പോയിന്റ്, നമ്മൾ മുമ്പേ പറഞ്ഞ സംഭവം ഇല്ലേ? അതായത് നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെ പ്രോക്സിമലും നമ്മൾ പറഞ്ഞു, ഹെൻലീഡും പറഞ്ഞു. പ്രോക്സിമലിനകത്ത് 70 to 80% റീഅബ്സോർഷൻ പറഞ്ഞു. ആൻഡ് ഹെൻലീഡിനകത്ത് ജലത്തിന്റെ പുനരാഗിരണവും പറഞ്ഞു. അതിന് സമാന്തരമായിട്ട് ഉണ്ടാകുന്ന കാര്യവും പറഞ്ഞു. നമ്മൾ ഇനിയും പറയാത്ത പോയിന്റ് ആണ് ഏത്? ഈ റെനിൻ എന്ന് പറയുന്ന നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻസൈം ഉണ്ടാകുന്നത് നമ്മുടെ ലാസ്റ്റ് പോർഷനില്ലേ? അതായത് പ്രോക്സിമല്, ഹെൻലൂപ്പ്, ഡിസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ എവിടെ നിന്നിട്ട് ഓർത്ത് വെച്ചേക്കണം? വേറെ എന്ത് മറന്നു പോയാലും ഈ പോർഷൻ അങ്ങ് ഓർത്ത് വെച്ചേക്കണം. ഈ JGA അതായത് ജെക്സ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഇതുമായിട്ടുള്ള ബന്ധമാണ്. അതായത് നമ്മൾ 1, 2, 3 എന്ന് പറയുന്ന നെഫ്രോണിക് കുഴലുണ്ടല്ലോ, ഈ മൂന്നാമത്തെ കുഴലായിട്ടുള്ള ഡിസ്റ്റൽ കുഴലിന്റെ ഭാഗത്തു നിന്നാണ് എന്തുണ്ടാവുന്നത്? റെനിൻ ഉണ്ടാവുന്നത്. അതിന്റെ അപ്പാരറ്റസിന് പറയുന്ന പേരെന്തുവാ? JGA, ജെക്സ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ്. ക്ലിയർ? അപ്പൊ നമുക്ക് വാസാറെക്ടൂടെ എന്തു പോകുന്നുണ്ട്? രക്തക്കുഴലുകൾ അല്ലെ, ബ്ലഡ്, രക്തക്കുഴലുകൾക്കകത്ത് രക്തം പോകുന്നുണ്ട്. കിട്ടുന്നുണ്ടല്ലോ അത്രയും കാര്യങ്ങള്.
ഓക്കെ, ഇനി അടുത്തായിട്ട് ഒരു ദിവസം എത്ര ലിറ്റർ ഉണ്ടാവുന്നു? 180. അതിനകത്തുനിന്നെല്ലാം എന്ത് ചെയ്യും? തിരിച്ചൊക്കെ ആഗിരണം ചെയ്യും. ലാസ്റ്റ് എത്ര മൂത്രം കിട്ടും? 1.5. ഇനി ഇതിനെ ആവരണം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ല, മറന്നുപോയി. മൈക്രോവില്ലേറ്റഡ് ക്യൂബോയിഡ് മൈക്രോവില്ലേറ്റഡ് ആവരണ കല കൊണ്ടാണ് ഇതിന്റെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത്. 70 to 80%. എൻമീസ് ലൂപ്പ് സഹായിക്കുന്നത് എന്തുവാ? പുനരാഗതി സഹായിക്കുന്നുണ്ട്. DCT എന്ന ഭാഗത്ത് വെച്ചിട്ട് ഫിൽട്രേറ്റ് നിർഗമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം കുറച്ചുകൂടെ മനസ്സിലായില്ലേ? ഇനി ഇത് നന്നായിട്ട് ഇവിടം വരെയുള്ള കാര്യങ്ങൾ വായിക്കണം. വായിക്കുമല്ല, വായിക്കേണ്ട, ഷോർട്ട് നോട്ട് എഴുതണം. എങ്ങനെ എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ വരച്ച് നിങ്ങളെ കാണിച്ചില്ലേ? അതായത് നമ്മൾക്ക് അറിയാവുന്ന പോലെ പടം വരച്ച് പിന്നെ ഇത് എഴുതിയാൽ മതി, മൈൻഡ് മാപ്പ് പോലെ എഴുതിച്ചാൽ മതി. എന്താ അതിന്റെ പേര്? കോർട്ടെക്സ്, മെഡുല. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതുപോലെ ഒന്ന് എഴുതണം. അതിനുശേഷം കാലിക്സ് എവിടാണ്, റീനൽ കോളം എവിടാണ്, റീനൽ പിരമിഡ് എവിടാണ്. അതിനുശേഷം ഈ 2 പോർഷൻസ് വരുന്നുണ്ട്. ഒന്ന് ബൊമാൻസ് ക്യാപ്സ്യൂളും ഒന്ന് എന്തുവാ വരുന്നത്? നെഫ്രോണിക് കുഴലുകളുമാണ്. നെഫ്രോണിക് കുഴലിന് 3 പോർഷൻസ് ഉണ്ട്. പ്രോക്സിമൽ, എന്താ ഹെൻലോയിഡ്, പിന്നെ നെക്സ്റ്റ് ഡിസ്റ്റലും വരുന്നുണ്ട്. ഇവിടെ എന്തുവാ വരുന്നത്? ഗ്ലോമറുലസ് കൂടെ ചേരുന്ന പോർഷൻ എന്ത് പറയുന്നത്? ഗ്ലോമറുലസും ഇതും കൂടെ ചേരുന്ന മാൽപീജിയൻ സംതിങ് അല്ലേ? അല്ലെങ്കിൽ വേറെ എന്ത് പേര് പറയുന്നു? പിന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു ആവരണ ഭിത്തിക്ക് റീനൽ കോർട്ടെക്സ് അങ്ങനെ സംതിങ്. ഇവിടെ ഈ ഇതിന്റെ ആവരണ ഭിത്തിക്ക് പറയുന്ന പേരെന്തുവാ? മൈക്രോവില്ലി. ഇനി ഇതിന് സമാന്തരമായിട്ട് പോകുന്ന രക്തക്കുഴലുകൾക്ക് പറയുന്ന പേരെന്തുവാ? വാസറെക്ട. കറക്റ്റ് ഒന്നും വേണ്ട, അപ്രോക്സിമേറ്റ്ലി അത്രയൊക്കെ മതി. ഇത് രക്തമാണ് വരുന്നത്. അപ്പൊ ഇവിടെ ജലത്തിന്റെ പുനരാഗരണത്തിന് സഹായിക്കുന്നത് ഇതാണ്. ഇനി നമുക്ക് റെനിൻ എന്ന് പറയുന്ന സംഭവം എവിടെ ഉണ്ടാകുന്നത്? റെനിൻ അത് തന്നെ ഇവിടെ ഡിസ്റ്റിൽഡ് അവിടുന്ന്. കിട്ടുന്നുണ്ടോ ഇത്രയും കാര്യം? അപ്പൊ അതിന് പറയുന്ന പേരെന്തുവാ? JGA എന്നാണ്. ജെക്സ്റ്റാ ഗ്ലോബറുലാർ അപ്പാരറ്റസ്. ഇത്രയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ദെൻ 1 മിനിറ്റില് 125 ml, ഒരു ദിവസം 180 ലിറ്റർ, ഉണ്ടാകുന്ന മൂത്രം 1.5 ലിറ്റർ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേറെ ഓക്കെ, അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടും. ഇനി എന്താണ് ഇതിന് പറയുന്ന പേര്? എന്തോ അതിന്റെ പേര് എന്തോ? ബെർട്ടിനി. റീനൽ കോളത്തിനാണ് ബെർട്ടിനി എന്ന് പറയുന്നത്. റീനൽ കോർപ്പസൽസ് ആണ് ഈ പറയുന്ന രണ്ടും കൂടെ ചേരുന്ന പോർഷൻ. അത്രയും മതി അത് കേട്ടോ. ഇനി ഇതിന്റെ ഹോർമോൺസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടത്തില്ലയോ? അത്രയും മതി, ഇതിനപ്പുറത്തേക്കൊന്നും ഇതിനകത്ത് ചോദിക്കാനില്ല. വൃക്കകളുടെ പ്രവർത്തനം പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നത് ഹോർമോൺസ് ആണ്. അവ താഴെ പറഞ്ഞു. നമ്മൾ സാധാരണ ഈ ADHും വാസോപ്രസിനും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പം ഹൈപ്പോതലാമസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പീറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ സംഭരിച്ച് പുറത്തുവിടുന്ന ഹോർമോൺ ആണ് ഏത്? ADH എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസിൽ പ്രൊഡ്യൂസ് ചെയ്ത് പീറ്റ്യൂട്ടറിയിൽ സേവ് ചെയ്ത് പുറത്തുവിടുന്ന ഹോർമോൺ ആണ് ADH. നെഫ്രോൺ കുഴലുകളിൽ ജലത്തിന്റെയും മറ്റു പുനരാകിരണം വർദ്ധിപ്പിച്ച് മൂത്രത്തിന്റെ ഉൽപാദനം കുറയ്ക്കുന്ന ഹോർമോൺ ആണ്. മഴക്കാലത്ത് ADH ഉൽപാദനം കുറയുന്നതിനാൽ കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മഴക്കാലത്ത് എന്ത് ചെയ്യുന്നു? ADHന്റെ ഉൽപാദനം കുറയുമ്പോൾ കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, ഹൈപ്പോതലാമസിൽ ഉത്ഭവിച്ച് പീറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ സംഭരിച്ച് പുറത്തുവിടുന്ന ഹോർമോൺ ആണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അതിന്റെ വേറെ പേരാണ് വാസോപ്രസിൻ. നെഫ്രോൺ കുഴലുകളിൽ ജലത്തിന്റെയും മറ്റു പുനരാകരണം വർദ്ധിപ്പ്. ADHന്റെ ഉൽപാദനം കുറയുന്നു. നമ്മൾ അന്നേരം വേറെ SCRT പഠിച്ചത് വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നു എന്നൊക്കെ അല്ലേ?
അങ്ങനെ കണ്ടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു 10th ലെവൽ. എന്റെ കൊച്ചുങ്ങളെ നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 100% ജോലി കിട്ടും. ഉഴപ്പാന്നല്ല, എങ്ങനെ ഉഴപ്പാന്ന് തോന്നുന്നു? ഇത്രയും വെച്ചിട്ട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇല്ലേ? ശരിക്കും ഒരു ദിവസം പോലും മാക്സിമം നിങ്ങൾ എന്താ പറയുന്നത്, ഉഴപ്പാതെ പഠിക്കണം. രോഗങ്ങളൊന്നും വരാതെ ശ്രദ്ധിച്ച് വളരെ ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ഫുഡ്, എക്സസൈസ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയെങ്കിലും മാത്രമേ നല്ല ശാന്തമായ മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ജസ്റ്റാ ഗ്ലോമറുലാർ കോശങ്ങൾ നമ്മൾ ഇത് മുമ്പേ പറഞ്ഞില്ലേ, റെനിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? മുമ്പേ അവിടെ ഇച്ചിരി കഷ്ടപ്പെട്ട, അപ്പൊ ഇവിടെ സിമ്പിൾ ആയില്ലയോ? രക്തത്തിലെ നിഷ്ക്രിയമായ ആൻജിയോടെൻസിനോജൻ എന്ന പ്രോട്ടീനെ ആൻജിയോടെൻസിലാക്കി മാറ്റുന്നത് റെനിൻ ആണ്. അത് പഠിപ്പിക്കവേ. ആൻജിയോടെൻസിൻ ഗ്ലോമറുലസിലെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിച്ച് GFR കൂട്ടുകയും കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഓഹോ. ഏഡ്രിയൽ നാട്രി യൂറേറ്റിക് ഫാക്ടർ ഹൃദയ ഭിത്തിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇത്. ANF പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടുതൽ ചോദ്യങ്ങൾ വിളയാടുന്നത് എവിടാണെന്ന് അറിയാവോ? +2 ലെവൽ ഓഫ് എക്സാംസിനകത്താണ്. മീൻസ് യൂണിഫോം പോസ്റ്റ് ഇല്ലേ, അതിനൊക്കെയാണ് ഈ ഒരു ചോദ്യങ്ങൾ കൂടുതലായിട്ടും വരുന്നത്. ഹൃദയ ഭിത്തിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏഡ്രിയൽ നാട്രി യൂറേറ്റിക് ഫാക്ടർ, ANF. രക്തക്കുഴലുകളുടെ വികാസം ഉണ്ടാക്കി രക്തസമ്മർദ്ദം കുറയ്ക്കുകയും GFR കുറച്ച് മൂത്ര ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെ റെനിന് വിപരീതമായ പ്രവർത്തനമുള്ള ഹോർമോൺ ഏതാണ്? ഏഡ്രിയൽ നാട്രി യൂറേറ്റിക് ഫാക്ടർ എന്ന് പറയുന്ന ഹോർമോണാണ് റെനിന് വിപരീതമായ പ്രവർത്തനം ഉണ്ടാക്കുന്നത്, ANF. ഇത് താഴോട്ടുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. റീനൽ കാൽക്കുലേ കേട്ടിട്ടുണ്ടായിരിക്കും, പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. കിഡ്നിയിൽ ഉണ്ടാകുന്ന കല്ലുകൾ. ഇനി ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഗ്ലോമറുലസിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ഏത്? ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞത്. വൃക്ക തകരാറുകൾ കാരണം രക്തത്തിൽ യൂറിയയുടെ അളവ് കൂടുന്നത് യുറീനിയ. വൃക്ക തകരാറുള്ള രോഗിയിൽ രക്തത്തിൽ നിന്നും യൂറിയ നീക്കം ചെയ്യാൻ ശരീരത്തിലെ രക്തം കൃത്രിമ വൃക്കയിലൂടെ ഡയാലിസിസ് യൂണിറ്റിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഹീമോ ഡയാലിസിസ്. അറിയാമോ? ഈ ലാസ്റ്റ് പറഞ്ഞ യുറീമിയ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഹീമോ ഡയാലിസിസ് അറിയാലോ? രക്തമാണ് കൃത്രിമ വൃക്കയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. ഗ്ലോമറുലാസ് നെഫ്രൈറ്റിസ് എന്ന രോഗം അറിയാമോ? കിഡ്നിയിൽ ഉണ്ടാകുന്ന കല്ല് റീനൽ കാൽക്കുലേ എന്ന പേരിലും അറിയപ്പെടുന്നു. ആ 4 എണ്ണവും പഠിച്ചു വെക്കണം. ഇനി നമ്മൾ ഹോർമോൺസ് ഞാൻ ഒന്നുകൂടെ പറയാം. ADH നിങ്ങൾക്ക് അറിയാം. അപ്പൊ ADH മാത്രമേ ഉള്ളൂ നമുക്ക് മൂത്രത്തിന്റെ കാര്യം പറയുന്നത്. ഇനി അടുത്തത് പറയുന്നുണ്ട്, GFR റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. GFR റെനിൻ ആയാലും ഈ പറയുന്ന ANF ആയാലും GFRന്റെ കാര്യമാണ് പറയുന്നത്. GFR കുറയ്ക്കുന്നു ANF. GFR കുറയ്ക്കുന്നു ആരാ? ANF. ഇവിടെ എന്ത് ചെയ്യുന്നു? GFR കൂട്ടുന്നു. അത് രണ്ടും പഠിച്ചു വെക്കാമോ? അതായത് മുമ്പേ നമ്മൾ പറഞ്ഞ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ റേറ്റ് ഇല്ലേ, അതായത് 125 ml എന്ന് പറഞ്ഞത് 1 മിനിറ്റിലെ കാര്യം പറഞ്ഞില്ലേ, GFR. റെനിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നു? കൂട്ടും. അപ്പൊ എന്ത് ചെയ്യും? കേൾക്കുന്നുണ്ടോ? മൂത്രം ഉൽപ്പാദിപ്പിക്കും കൂടുതൽ. അതായത് GFR കൂടിയാൽ കൂടുതൽ മൂത്രം. ഓക്കെ, GFR കൂടിയാൽ കൂടുതൽ മൂത്രം. ഇവിടെ എന്ത് ചെയ്യുന്നു? GFR കുറയുന്നു, അപ്പൊ ഇത് കുറയുന്നു. ക്ലിയർ? രണ്ടും ഓപ്പോസിറ്റ് ഫങ്ഷൻസ് ആണ്. ഇത് എവിടുന്ന ഉണ്ടാവുന്നു നമ്മൾ പഠിച്ചല്ലോ, ജക്സ്റ്റാ ഗ്ലോമറുലാറിൽ നിന്നിട്ടാണ് റെനിൻ ഉണ്ടാവുന്നത്. ക്ലിയർ? ഇത് കിട്ടുന്നുണ്ടോ? GFR കൂടുന്നു, മൂത്രം കൂടുന്നു. ANF ഹൃദയത്തിൽ ഉണ്ടാവുന്നു. ഇതെന്തുവാ?
GFR കുറയുന്നു, മൂത്രോൽപാദനം കുറയുന്നു. രക്തസമ്മർദ്ദം എന്ത് ചെയ്യുന്നു? BP കുറയുന്നു. വികാസം ഉണ്ടാക്കുമ്പോൾ രക്തസമ്മർദ്ദം കുറച്ച്, GFR കുറച്ച്, മൂത്രോൽപാദനം കുറച്ചു. വിപരീതമായ പ്രവർത്തനം, അതായത് റെനിന്റെ പ്രവർത്തനത്തിന് വിപരീതമായി ഉണ്ടാകുന്ന ഹോർമോൺ ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ANF, ഏഡ്രിയൽ നാട്രി യുറേറ്റിക് ഹോർമോൺ ഫാക്ടർ, ANF. ഇനിയും ഇത് കിട്ടുമല്ലോ. ഇനി ഇവിടെ നമുക്ക് ഒരു പോയിന്റ് ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് പഠിക്കണം. അതുകൂടെ കഴിഞ്ഞാൽ നിങ്ങളെ അങ്ങ് വിടാം. ആൻജിയോടെൻസിൻ. ആരാണ് ഗ്ലോമറുലസിലെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത്? നമ്മൾ മുമ്പേ പറഞ്ഞെന്തുവാ? ഇവിടെ പറഞ്ഞെന്തുവാ? രക്തസമ്മർദ്ദം കുറച്ചു എന്നാണ് പറയുന്നത്. ക്ലിയർ? ഹൃദയഭിത്തിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, രക്തസമ്മർദ്ദം കുറച്ചു. ഇവിടെ എല്ലാം കുറയുക, രക്തസമ്മർദ്ദം കുറയുന്നു, GFR കുറയുന്നു, മൂത്രോൽപാദനം കുറയുന്നു. ഇവിടെ എല്ലാം കൂടുക. ക്ലിയർ? ഗ്ലോമറുലസിലെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിച്ച് GFR കൂട്ടി, കൂട്ടുന്നു. ഇത് മൂന്നും മനസ്സിലായോ? രക്തസമ്മർദ്ദം കൂട്ടുന്നു, GFR കൂട്ടുന്നു, മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു, കൂടുന്നു. എവിടെ? റെനിൻ. ക്ലിയർ? ANF തിരിച്ച് ഓപ്പോസിറ്റ്. ഇനി ഇവിടെ ഒറ്റ ഒരു പോയിന്റ് ഉണ്ട്. രക്തത്തില് നിഷ്ക്രിയമായി, അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൻജിയോടെൻസിനോജൻ എന്ന പ്രോട്ടീനെ, ടെൻസിനോജൻ എന്ന പ്രോട്ടീനെ ടെൻസിൽ എന്ന പ്രോട്ടീൻ ആക്കി മാറ്റുന്ന ആരാണ്? റെനിനാണ്. ടെൻസിനോജനെ ടെൻസിലാക്കി മാറ്റുന്നു. ആൻജിയോടെൻസിനോജൻ എന്ന പ്രോട്ടീനെ ആൻജിയോടെൻസിനാക്കി മാറ്റുന്നത് ആരാണ്? റെനിൻ. ഇനി എന്തിനു വേണ്ടിയിട്ടാ? എന്നാലേ ഈ GFR കൂട്ടാൻ പറ്റത്തുള്ളൂ, രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ, മൂത്രത്തിന് ഉൽപാദനം കൂട്ടാൻ പറ്റത്തുള്ളൂ. ആരെ ഹെൽപ്പ് ചെയ്യുന്നു? റെനിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഈ ടെൻസിനാണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. റെനിനെ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ജെനിന്റെ ഫംഗ്ഷൻ എല്ലാം കൂട്ടുക. രക്തസമ്മർദ്ദം കൂട്ടി, GFR കൂട്ടി, മൂത്രത്തിന്റെ അളവ് കൂട്ടി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന റെനിനെ സഹായിക്കുന്ന രക്തത്തിലെ നിഷ്ക്രിയമായിട്ടുള്ള ഏതാണ്? ആൻജിയോടെൻസിലാണ്. ആൻജിയോടെൻസിൽ ഉണ്ടാവുന്നത് എവിടുന്നിട്ടാ? ഈ പറയുന്ന ടെൻസിനോജനിൽ നിന്നിട്ടാണ്. ടെൻസിനോജൻ. മനസ്സിലായി? ഈ ഓജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ സിൽ. ദാറ്റ്സ് ഓൾ. ആൻജിയോടെൻസിനോജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ടെൻസിൽ. മനസ്സിലായോ? അപ്പൊ നമ്മള് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അതുപോലെ അവസാനത്തെ ആ വാക്കിന് മാത്രം ഇച്ചിരി വ്യത്യാസപ്പെടുത്തി പറയുന്നു, അത്രേ ഉള്ളൂ. അതാണ് റെനിൻ. ഉൽപ്പാദിപ്പിക്കുന്നു ജെക്സ്റ്റാ ഗ്ലോമറുലസ് കോശങ്ങൾ. പ്രവർത്തിക്കുന്നത് എവിടാ? ഈ ഗ്ലോമറുലസിലാണ് പ്രവർത്തിക്കുന്നത്. മറ്റേതെവിടാ? ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു. ഇതെവിടെ പ്രവർത്തിക്കുന്നു? ഹൈപ്പോതലാമസിൽ വരുന്നു. മൂന്നിടത്തുനിന്നാണ് വരുന്നത്. മനസ്സിലായോ? അതായത് ചില ഹോർമോൺ എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഈ പറയുന്ന വിസർജ്യ വസ്തുക്കളുടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി അല്ലെങ്കിൽ മൂത്രത്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. വാസോപ്രസിൻ അഥവാ ADH, റെനിൻ, അതുപോലെ തന്നെ ANF മൂന്നും ഉള്ള കൂട്ടായ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വായിച്ച് ഒരു 3-4 ദിവസം ഈ PDF എടുത്ത് വെച്ച് സെൽഫായിട്ട് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കുക. വേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം വേണ്ടതാണ്. ഓക്കെ, അപ്പൊ ശരി, ബൈ, താങ്ക് യു. നിങ്ങളും കുഴപ്പം, ഞാനും കുഴപ്പം.